ബ്രൈറ്റ് നാവിഗേറ്ററിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ഒരു കാഴ്ച നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കുന്നത് എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പിഴല എന്ന് പറഞ്ഞ ഒരു ദ്വീപും അതിൻ്റെ വിശേഷങ്ങളും തന്നെയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല, ഇന്നത്തെ ഈ ഒരു കാഴ്ചയിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്നത് സ്മാർട്ട് വെബിൻ കൊച്ചി. അപ്പോൾ ഓൺ ടു ദ വീഡിയോ. നമ്മൾ ഈ കാണുന്ന മനോഹരമായ ഒരു ജലാശയം, ഇത് ശരിക്കും പറഞ്ഞാൽ വെള്ളം ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ഇടുന്നൊരു സെക്ഷനാണിത്. ഇവിടെ അതിനനുസരിച്ചുള്ള അനുബന്ധ ഉപകരണങ്ങളും കാര്യങ്ങളൊക്കെ കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പ്രത്യേകിച്ചും വൈകുന്നേര സമയങ്ങളിലൊക്കെ നല്ലൊരു ഭംഗിയാണ് ഇവിടെ നിൽക്കുന്ന സമയത്ത്. പ്രത്യേകിച്ചും നല്ല കാറ്റും അതുപോലെ തന്നെ ഒരു വൈകുന്നേര സമയങ്ങളൊക്കെ പറഞ്ഞാൽ നമുക്ക് കൊക്കും മറ്റുമൊക്കെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു വഞ്ചിയൊക്കെ നമുക്ക് കാണുന്നുണ്ട്. ഇവിടെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അനുയോജ്യമായ സമയം വൈകിട്ട് 4 മണിക്ക് ശേഷമാണ്. ചൂണ്ടയിടാനുമൊക്കെ പറ്റിയ ഒരു ഇടം തന്നെയാണിത്. സോ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും, നല്ലൊരു ശാന്തമായിട്ടൊരു അന്തരീക്ഷം തന്നെയാണ്. എന്നാൽ റോഡുണ്ട്, സമീപം ഒരു പാതയൊക്കെ ഉള്ളതുകൊണ്ട് വണ്ടികളും മറ്റുമൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ കടന്ന് പോകുന്നുണ്ടെങ്കിലും ഒരു നല്ലൊരു കാഴ്ച തന്നെയാണിത്. അപ്പോൾ ഈ പിഴല ദ്വീപിനെ കുറിച്ചുള്ള ഒരു ചെറു വിവരണം ഞാൻ പറയാം. പെരിയാറിൽ ചുറ്റപ്പെട്ട ഒരു ഏരിയ തന്നെയാണിത്. പ്രത്യേകിച്ചും കൊച്ചി നഗരത്തിൻ്റെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപാണ് ഈ കാണുന്ന പിഴല ദ്വീപ് എന്ന് പറയുന്നത്. ഇത് കടമക്കുടി ദ്വീപുകളുടെ ഒരു സെൻട്രൽ പോർഷനാണ്. അതുപോലെ തന്നെ കടമക്കുടി ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണ തലസ്ഥാനം ഇവിടെ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ എറണാകുളം ജില്ലയിലെ കണയന്നൂർ താലൂക്കിലെ ഒരു പഞ്ചായത്ത് ഏരിയയാണ് നമ്മൾ ഈ കാണുന്ന പിഴല എന്ന് പറയുന്നത്. വൈപ്പിൻ നിയമസഭ നിയോജക മണ്ഡലത്തിലും അതുപോലെ തന്നെ എറണാകുളം ലോകസഭാ മണ്ഡലത്തിലും ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ് ഈ പിഴല എന്ന് പറയുന്നത്. ഈ പിഴല എന്ന് പറയുന്ന ഈ ഒരു പേര് ശരിക്കും പറഞ്ഞാൽ പോർച്ചുഗീസ് വാക്കിൽ നിന്നാണ് രൂപം കൊണ്ടത്. പാഷ്ന ഇല്യ എന്ന് പറയുന്ന ആ പോർച്ചുഗീസ് വേർഡിൽ നിന്നും ലോപിച്ചാണ് പിഴല എന്ന് പറയുന്ന പേര് വന്നത്. ശരിക്കും പറഞ്ഞാൽ AD 1341 ഉണ്ടായ മഴക്കാലത്ത് ആ സമയത്തൊരു വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ വെള്ളപ്പൊക്കത്തിൽ പ്രകൃതി രൂപം കൊണ്ട ദ്വീപുകളിൽ ഒന്നാണ് ഈ പിഴല എന്ന് പറയുന്നത്. അന്നത്തെ വെള്ളപ്പൊക്ക ദുരന്തത്തിൽ ഉണ്ടായിരുന്ന ഒരു തുറമുഖമായിരുന്നു മുസിരീസ് എന്ന് പറയുന്നത്. അപ്പം മുസിരീസ് തുറമുഖം ഇല്ലാതാവുകയും കൊച്ചഴി എന്ന പേരിൽ ഒരു പുതിയൊരു അഴിമുഖ രൂപം കൊള്ളുകയും ചെയ്തിരുന്നു. ആ അഴിമുഖത്തു നിന്നാണ് ഇന്ന് നമ്മൾ കാണുന്ന കൊച്ചി തുറമുഖം രൂപപ്പെട്ടത്. എന്തായാലും ആ ഒരു മുസിരീസ്, കൊടുങ്ങല്ലൂർ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മുസിരീസ് തുറമുഖത്തിൻ്റെ ആ ഒരു ഇത് ഞാൻ പറഞ്ഞല്ലോ, ഈ വെള്ളപ്പൊക്കം വന്ന ശേഷം ഇതൊക്കെ നിന്നുപോയി. എന്തായാലും ആ ഒരു തുറമുഖത്തിൻ്റെ ആ ഒരു ടൈമിലുണ്ടായിരുന്ന, പ്രത്യേകിച്ച് ആ പുരാതന കാലത്തുള്ള അറബികളും ജൂതരും ഗ്രീക്കുകാരും ഒക്കെ കേരളത്തിൽ ഈ വ്യാപാരമായിട്ട് ബന്ധപ്പെട്ട് വാണിജ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അന്ന് ഉപയോഗിച്ചിരുന്നത് മുസിരീസ് തുറമുഖമായിരുന്നു. പിഴല എന്ന് പറയുന്ന ഈ ഒരു പ്രദേശത്ത് ഏകദേശം 80% പൊക്കാളി കൃഷിപ്പാടങ്ങളാണ്. ഈ പിഴലയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പാലിയം തുരുത്തുനിന്ന് ആണ് അറിയപ്പെടുന്നത്. മാത്രമല്ല ചേന്നമംഗലത്തെ പാലിയത്ത് അച്ഛന്മാരുടെ വകയായിരുന്നതിനാലാണ് ഈ ഒരു പ്രദേശത്തെ പാലിയം തുരുത്തെന്ന് അറിയപ്പെടുന്നത്. പെരിയാറ് കടലിനോട് ചേരുന്ന ഭാഗത്ത് പ്രത്യേകിച്ചും വേനൽക്കാലമാകുന്ന സമയത്ത് ഉപ്പുവെള്ളവും മഴക്കാലത്ത് ഉപ്പില്ലാത്ത വെള്ളവുമാണ് പെരിയാറിലുണ്ടാകുന്നത്. സോ അതുകൊണ്ട് തന്നെ പുഴയിൽ ഉപ്പില്ലാത്ത വെള്ളം, അതായത് ഓരുവെള്ളം എന്ന് പറയും, ആ ഒരു സമയത്ത് പൊക്കാളി നെൽകൃഷിയും ഓരുവെള്ളം കയറുന്ന സമയത്ത് ചെമ്മീൻ മത്സ്യകൃഷികളുമാണ് ഈ ഒരു ഭാഗത്ത് ഉണ്ടാകുന്നത്. ഈ പിഴലയിൽ മെജോറിറ്റിയും ഒരു കാർഷിക സംസ്കാരം തന്നെയാണുള്ളത്. പെരിയാറിൽ നിന്നുള്ള മത്സ്യബന്ധനം, പിന്നെ പൊക്കാളിപ്പാടങ്ങളിലെ നെൽകൃഷി, അതുപോലെ തന്നെ ചെമ്മീൻ കൃഷി, ഇതൊക്കെ ചേർന്നിട്ടുള്ള ഒരു ക്ലബ് ചെയ്തിട്ടുള്ളൊരു ഒരു കാർഷിക സംസ്കാരമാണ് ഇവിടെ ഉള്ളവരുടെ എന്ന് പറയുന്നത്. അതുപോലെ മറ്റുള്ള എല്ലാ കാര്യത്തിനും അവർ മെയിനായിട്ടും കൊച്ചിനെ ആശ്രയിച്ച് വേണം അവരുടെ ജീവിതം മുമ്പോട്ട് പോകുന്നത്. സോ നിങ്ങൾക്ക് തന്നെ ഊഹിക്കാം എത്രത്തോളം ഒരു റിമോട്ടായിട്ടുള്ള ഏരിയയിലാണ് ഈ ഒരു ഐലൻഡ് സ്ഥിതി ചെയ്യുന്നതെന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഭാഗത്ത് കാണുന്ന ഒരു കാഴ്ചയാണ് ചീനവല ബാക്ക് വാട്ടർ കഫേ. പിഴലയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ബാക്ക് വാട്ടർ കഫേയാണ്. നമ്മളിത്
ക്യാപ്ചർ ചെയ്യുന്ന സമയത്ത് ഇവിടെ ആരും തന്നെ ഇല്ല. ജസ്റ്റ് നമുക്കൊന്ന് കയറി നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. പ്രത്യേകിച്ചും ഒരു നൊസ്റ്റാൾജിക് ഒരു മൂഡാണ് ഇവിടെ വരുന്നത്. പ്രത്യേകിച്ചും ആ ഓല മേഞ്ഞ ഇരിപ്പിടങ്ങൾ. നമ്മൾ ഈ ഒരു ചീനവല ബാക്ക് വാട്ടർ കഫേയിലേക്ക് കയറി വരുമ്പോൾ ഉള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. ഇവിടെ മുള കൊണ്ട് ഇങ്ങനെ അഴി വെച്ചിട്ടുണ്ട്. ദാ ഒരു മിനിയേച്ചർ, ഒരു ആനിമലിൻ്റെ ഒരു മിനിയേച്ചർ ഇത്. അതുപോലെ തന്നെ ഇതെനിക്കൊന്ന് കൗണ്ടറാണെന്ന് തോന്നുന്നു. അതും വളരെ പരിസ്ഥിതി സൗഹാർദ്ദമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു ഗ്രീൻ കളർ ഒരു കാർപ്പറ്റ് വെച്ചിട്ട് ഈ ഒരു ഇത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു മിനിയേച്ചർ ചെയ്തിരിക്കുന്നത്. ഇതും വളരെ പരിസ്ഥിതി സൗഹാർദ്ദമായിട്ട് വരുന്നവർക്ക് ഫുഡ് കഴിക്കാനുള്ള ഇരിപ്പിടങ്ങളാണ്. നോക്കിക്ക് എന്ത് എക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. ഒരു സാധനം പോലും ഒരു വേസ്റ്റ് ആക്കിയിട്ടില്ല. നമ്മുടെ ഇവിടുത്തെ ഇരിപ്പിടങ്ങളൊക്കെ വളരെ എക്കോ ഫ്രണ്ട്ലിയാണ്. പ്രത്യേകിച്ചും ഈ ഓല മേഞ്ഞ ഇരിപ്പിടങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ കാണാൻ പറ്റും. ഇവിടെ തന്നെ മുള കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. മുളയും അതുപോലെ തന്നെ നമ്മുടെ ഓലയും വളരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഈ ഇരിപ്പിടങ്ങളൊക്കെ തന്നെ വളരെ സിമ്പിളാണ്. പ്രത്യേകിച്ചും രാത്രി സമയങ്ങളിൽ നല്ല ഭംഗിയായിരിക്കും. പ്രത്യേകിച്ചും ഇതുപോലെയുള്ള സീരിയൽ ബൾബൊക്കെ കൊണ്ട് വളരെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാഴ്ച. അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ ഒരു റാന്തൽ, ഒരു മനോഹരമായ ഒരു ചീനവല. അതുപോലെ തന്നെ എനിക്കൊന്ന് പുതിയതായിട്ട് വന്ന പാലമാണെന്ന് തോന്നുന്നു. വാഹനങ്ങളൊക്കെ അങ്ങും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. ഒരു റാന്തൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതൊക്കെ അന്യം നിന്ന് പോകുന്ന ഒന്നാണ് റാന്തൽ എന്ന് പറയുന്നത്. ഇവിടെ ഇതേപോലെ ഇരിപ്പിടങ്ങളുണ്ട്. മനോഹരമായിട്ടുള്ള സീരിയൽ സെറ്റൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തേക്കാണ്. രാത്രി സമയത്തൊക്കെ നല്ല ഭംഗിയായിരിക്കും. കണ്ടോ എന്ത് രസമെന്ന് എനിക്ക് ഇപ്പോഴേ നോക്കുമ്പോൾ തന്നെ നമുക്കത് പുറമേ കാണുമ്പോൾ നല്ല ഭംഗിയാണ്. രാത്രി സമയങ്ങളായിരിക്കും ഇതിൻ്റെ കൂടുതൽ ഭംഗി നമുക്ക് കാണാൻ സാധിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ നല്ല മനോഹരമായ ഇരിപ്പിടം. എനിക്ക് തോന്നുന്നു മറ്റേ വേസ്റ്റ് വന്ന വുഡെല്ലാം വെച്ചിട്ടാണ് തോന്നുന്നു ഈ ഒരു ടേബിളും അതുപോലെ തന്നെ ബെഞ്ചും കൂടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതും അവർ വളരെ പരിസ്ഥിതി സൗഹാർദ്ദമായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് ഇതൊക്കെ മുളയും അതുപോലെ തന്നെ ഓലയിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അങ്ങിങ്ങായിട്ട് ചെറിയ ചെറിയ വുഡൻ പീസുകൾ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നോക്കിക്കഴിയുമ്പോൾ കാണാൻ പറ്റും ഇവിടെ ഒന്നും ഒരു തരി മണലില്ല. നോക്കിയാൽ ഇവിടുത്തെ എല്ലാം മെറ്റൽ ചിപ്സ് കൊണ്ട് നിരത്തി നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്യുക. അത് മാത്രമല്ല നോക്കി എന്ത് വൃത്തിയായിട്ട് ഇവിടെ കിടക്കുന്നതെന്ന് നോക്കി. അപ്പോൾ നമ്മുടെ പിഴല കണ്ടു. പിഴലയിൽ നമ്മളെ പൊക്കാളി നെൽകൃഷി നമ്മൾ അങ്ങോട്ട് പോയില്ല, കാരണം നല്ല വെയിലാണ്. പിന്നെ നമ്മൾ വന്ന വണ്ടി നമുക്ക് അകത്തോട്ട് കയറ്റാൻ സൗകര്യമില്ലാത്തതുകൊണ്ട് നമ്മളത് വിടുകയാണ്. ബട്ട് നിങ്ങളിവിടെ വരുന്നത് തീർച്ചയായിട്ടും അത് കണ്ട് ആ ഒരു ഭംഗിയോട് ആസ്വദിക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. എന്തായാലും നമ്മൾ ഒടുവിലിപ്പോൾ നിൽക്കുന്നത് മൂലമ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പം ഇവിടെയും കുറച്ച് കാഴ്ചകളുണ്ട്. അപ്പം ഒടുവിൽ നമുക്ക് ഈ ഒരു കാഴ്ച കൂടെ കണ്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മൾ പിഴല ഭാഗത്ത് കണ്ട അതേ കാഴ്ച തന്നെ ഇവിടെ നമുക്ക് കാണുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വാട്ടർ ബോഡി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ ഈ വാട്ടർ ബോഡി എന്ന് പറയുന്നത് എനിക്കിതിൻ്റെ ശരിക്കുമുള്ള ആ ഒരു സാങ്കേതിക പദം എനിക്കറിയില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ സാധ്യമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ നന്നായിരിക്കും. എന്തായാലും നമുക്കിവിടെ ധാരാളം ചീനവലകൾ നമുക്ക് അങ്ങിങ്ങായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെയുള്ള ആളുകളുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് കൃഷി അല്ലെങ്കിൽ മത്സ്യബന്ധനം തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പൊക്കാളി നെൽകൃഷിയും അതുപോലെ തന്നെ ഇതുപോലെയുള്ള ചെമ്മീൻ അല്ലെങ്കിൽ മത്സ്യബന്ധനം തന്നെയാണ്. സോ ഇതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗം എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗത്ത് ഞാൻ നിൽക്കുമ്പോൾ നല്ല ഒരു വെയിലാണ് സത്യം പറഞ്ഞത് ക്യാപ്ചർ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ നമ്മൾ സൂക്ഷിച്ച് നോക്കുമ്പോൾ പല സ്ഥലങ്ങളിലും തെങ്ങുകളുടെ ഒരു കൂമ്പാരമാണ്. നോക്കിക്ക് വളരെ മനോഹരമായൊരു കാഴ്ചയാണ്. നോക്കി എത്രയോ സ്ഥലങ്ങളിൽ അങ്ങിങ്ങായിട്ട് ചീന വലകളുടെ ഒരു കൂമ്പാരം. അതുപോലെ തന്നെ ഇപ്പം ഒരു മത്സ്യബന്ധന രണ്ട് വഞ്ചി ഇങ്ങനെ പോകുന്നുണ്ട്. സോ ഇത് ആണ് എനിക്ക് ഫീൽ ചെയ്ത മറ്റൊരു മനോഹരമായ കാഴ്ച. അതുപോലെ തന്നെ ഇവിടെ പല സ്ഥലത്തൊക്കെ തൈയൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും നല്ലൊരു മനോഹരമായ കാഴ്ചയാണ്. വൈകുന്നേരം സമയങ്ങളിൽ നമുക്ക് കുറച്ച് സമയമൊക്കെ ഇരിക്കാൻ പറ്റിയൊരിടം തന്നെയാണ് കേട്ടോ ഇത്.
അപ്പോൾ ഇന്നത്തെ ഈ ഒരു കാഴ്ച നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ പിഴല ദ്വീപും അതുപോലെ തന്നെ മൂലമ്പള്ളിയാണ് നമ്മൾ കണ്ടത്. നമ്മുടെ എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കുഞ്ഞ് ഇടങ്ങളാണ് ഈ രണ്ട് കാര്യങ്ങൾ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ ഒരു സ്ഥലവും റെക്കമെൻഡ് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ ബ്രൈറ്റ് നാവിഗേറ്റർ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുമ്പോൾ ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ വിരൽത്തുമ്പിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു പുതുമയുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇത് ബ്രൈറ്റ് നാവിഗേറ്റർ നിങ്ങൾക്കായിട്ട് സമർപ്പിച്ചത് സ്മാർട്ട് വെബിൻ കൊച്ചി.